പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ആരാണ് ജയിക്കുക എന്നത് ഇങ്ങനെ തുടർച്ചയായ ചോദ്യങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന്. അവർക്ക് ആകാംക്ഷയുണ്ടാവും ആരാണ് ജയിക്കുക, ഞാൻ എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഗൗതം നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ട് 23-ാം തീയതി വരും. നാളെ കൂടി ഒരൊറ്റ ദിവസം കൂടിയേ കാത്തിരിക്കേണ്ടതുള്ളൂ. വയനാടിനെയും ചേലക്കരയും ഒന്നും ആർക്കും ഇപ്പോൾ വേണ്ടാന്ന് തോന്നുന്നു. എല്ലാവർക്കും അതെ, പാലക്കാട് മാത്രമാണ്. പക്ഷെ അതിനിടയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സരിൻ ഒരു കൃത്യമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജയിക്കും, വളരെ കോൺഫിഡൻറ്റോടെ അദ്ദേഹം പറയുന്നു അദ്ദേഹം ജയിക്കുമെന്നും അദ്ദേഹത്തിന് CPM നിന്നും ഉള്ള വോട്ട് കൃത്യമായി കിട്ടും, ആ ഒഴുകിപ്പോകാതെ മറ്റുള്ളവരിലേക്ക് ഒഴുകിപ്പോകാതെ വോട്ട് കിട്ടും. ഒപ്പം കോൺഗ്രസിൻ്റെയും BJPയുടെയും വോട്ട് ഡോക്ടർ പി സരിന് കിട്ടും. ശ്രീധരന് കിട്ടിയ ഒരു മേൽക്കോയ്മ അതേ രീതിയിലാണ് സരിനെയും ആളുകൾ കാണുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. സരിൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശം ഏതാനും മണിക്കൂർ മുമ്പാണ് വന്നത്. അദ്ദേഹം പറയുന്നത് UDFൻ്റെയും അതുപോലെ തന്നെ BJPൻ്റെയും മുഴുവൻ വോട്ടുകളും എനിക്ക് കിട്ടും. നമ്മളിവിടെ സുരേന്ദ്രൻ കൃഷ്ണകുമാർ ജയിക്കുമോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊരിഞ്ഞ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല കോണുകളിൽ നിന്നും. അതിനിടയിലാണ് സരിൻ വന്ന് പറയുന്നത് ഞാൻ ജയിക്കും, എനിക്ക് 70,000 വോട്ടുകളാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. മറ്റ് രണ്ട് BJP 3-ാം സ്ഥാനത്താവും, കോൺഗ്രസ് 2-ാം സ്ഥാനത്ത് വരും, എനിക്ക് ഇവരെ കാട്ടിയൊക്കെ ഇവർ രണ്ടുപേരുടെയും വോട്ടുകൾ മുഴുവൻ എനിക്കാണ് വരിക എന്നാണ് സരിൻ പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സരിൻ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്കറിയാം 36,433 വോട്ടുകളാണ് കഴിഞ്ഞ തവണ CPMന് LDFന് അവിടെയുള്ള വോട്ട് നില എന്ന് പറയുന്നത്. അതായത് അവർ 3-ാം സ്ഥാനത്താണ്. ഇക്കുറി തുടക്ക സമയത്തൊക്കെ വലിയ പ്രചാരണത്തിലൊക്കെ വലിയ പുറകോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും പിന്നീട് അവർക്കൊരു മേൽക്കൈമ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഒരു കാരണവശാലും സരിന്റെ വിജയം നമുക്ക് ഇവിടെ ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. പക്ഷേ സംശയം ചോദിച്ചോട്ടെ, ഈ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ സാധാരണയായിട്ട് ഈ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ഷാഫിക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ 2,500-2,000 വോട്ടുകൾ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ കൊടുത്ത് CPM തന്നെ അവിടെ ഇല്ലാതാവുന്ന അവസ്ഥ വന്നു. ഈ തവണ അതല്ല, അങ്ങനെ വേണ്ട എന്നൊരു തീരുമാനത്തോണ്ട് CPM നല്ല വർക്ക് നടത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് ഇപ്പോൾ സരിന് വോട്ട് കുറഞ്ഞാൽ അത് CPMന് വലിയ അടിയുമാവും. അപ്പം അത് CPMൻ്റെ വോട്ടുകളെല്ലാം അങ്ങോട്ട് കൊടുക്കാതെ സരിന് വേണ്ടി മൊത്തം പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുമോ എന്നത് അതിൻ്റെ ആദ്യത്തെ ചോദ്യം. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് ഒരു വിജയം അല്ലെങ്കിൽ BJP ജയിക്കുന്ന സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം 70.51 ഇത്തവണത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഭൂരിപക്ഷമല്ല, പോൾ ചെയ്ത വോട്ട്. അപ്പോൾ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തിനെക്കാട്ടിയും എത്രയോ ശതമാനം കുറവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞു CPMും BJPയും സംയുക്തമായിട്ടാണ് പാലക്കാട് പ്രവർത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം എന്നെ തടഞ്ഞത്, രാഹുലിനെ തടഞ്ഞല്ലോ, ബൂത്തിൽ വന്നപ്പോൾ രാഹുലിനെ തടഞ്ഞു. അപ്പം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ ഒരു സംയുക്തമായിട്ടുള്ളൊരു ഇടപെടൽ പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാരണം ഇന്നലെ രാഹുലിനെ തടഞ്ഞവരിൽ CPM ഉണ്ട്, CPM ഉണ്ട്, അതുപോലെ തന്നെ BJP ഉണ്ട്. രാഹുൽ എന്തിനു അവിടെ വന്നു, രാഹുൽ അവിടെ വന്ന് ഈ ബൂത്തിൽ വന്നിട്ട് ആളുകളോട് വോട്ട് അഭ്യർത്ഥിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും CPMൻ്റെ വലിയൊരു രീതിയിലുള്ള വോട്ട് BJPക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ആ സ്ഥലത്തുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വിജയിച്ചു കയറുന്നതിൽ സ്വാഭാവികമായിട്ടും CPMന് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഒരു യുവ നേതാവാണ്. കാരണം അവിടെ രാഹുൽ കൃത്യമായിട്ട് പിണറായിക്കെതിരെ നിയമസഭയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പിണറായിയുടെ സകല കള്ളത്തരങ്ങളും CPMൻ്റെ സകല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കാനുള്ള വാക്ചാതുര്യമുള്ള അത്തരം രീതിയിലുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ നിയമസഭയിൽ എത്തുക എന്ന് പറയുന്നത് അവർക്ക് വലിയ ക്ഷീണമാണ്. അപ്പം രാഹുൽ ജയിക്കുന്നത് അവർക്ക് ഒരു തരത്തിലും പിടിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൃഷ്ണകുമാറിന് ഇയാൾ ജയിച്ചില്ലെങ്കിലും കൃഷ്ണകുമാറിനെ ഏതെങ്കിലും രീതിയിൽ ജയിപ്പിക്കാമെന്ന് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കൃഷ്ണകുമാറിനും വോട്ട് കുത്തില്ല. പക്ഷേ ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു സാധനം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് മാത്രമല്ല, അൻവറും പറഞ്ഞിട്ടുണ്ടായി. അൻവറിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അൻവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാലക്കാടുള്ള ഡീൽ എന്ന് പറയുന്നത് BJPയും CPMും തമ്മിലൊരു ഡീലുണ്ട്. അവിടെ BJPയെ വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. കാരണം മുനിസിപ്പാലിറ്റി അടക്കം അവർക്ക് കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്
ഈ ഒരു ഡീലിൻ്റെ കാരണം കൊണ്ടാണ്. കാരണം എത്രയോ കാലമായിട്ട് CPM ഭരിച്ചിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്, അതെങ്ങനെ അവർക്ക് കിട്ടി? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. നിലവിലത്തെ ഒരു സാഹചര്യം അവിടെ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഈ CPM-നെ കീറി മുറിക്കുന്ന ഒരു എന്താണ് ഒരു വാക്ചാതുര്യമുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം വളരെ കൃത്യമായി ഇവരെ എന്താണ് ചാനൽ ചർച്ചകളിലൊക്കെ പൊളിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇവർ വ്യാജനം എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട്. രാഹുലിന് ഇഷ്ടമല്ല CPM-ന്. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫിക്കുള്ള ഒരു എഡ്ജ് രാഹുലിനില്ല, ഷാഫിക്കുള്ള എഡ്ജ് രാഹുലിനില്ല. ഷാഫിക്ക് ഒരു നിഷ്പക്ഷമായ എഡ്ജ് ഇല്ലെങ്കിലും ഷാഫി അവിടുന്ന് പോയതാണല്ലോ, പ്രചാരണത്തിന് മുഴുവനായിട്ട് ഷാഫി ഉണ്ടായിരുന്നു. അപ്പോൾ ഷാഫി കൂടെ നിന്ന്, രാഹുലിൻ്റെ കൂടെ നിന്ന് സകല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഷാഫിയുടെക്കുള്ള ആ സ്നേഹം രാഹുലിനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ അറിയില്ല. അല്ല, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഗൗതമിനുള്ള സ്നേഹം അത് ഗൗതമിന് മാത്രം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഗൗതം എന്നെ അങ്ങ് സജസ്റ്റ് ചെയ്താൽ പോലും ഗൗതമിന് കിട്ടുന്ന അത്ര സ്നേഹം ഒരു പക്ഷേ എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ആളുകളുടെ വ്യക്തിപരമായ ഒരു മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഷാഫി വ്യക്തിപരമായി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ഷാഫിയോടൊരു ഒരു എന്താ പറയുക ഒരു ഇൻറ്റിമസി ഉണ്ടാവും. പക്ഷെ രാഹുലിനെ അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. രാഹുലിനോട് ആ സാധനം ഉണ്ടായിരിക്കണം എന്നില്ല. CPM-ൻ്റെ ആളുകൾക്ക് തന്നെ രാഹുലിനെ ചിലപ്പോൾ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആൾക്കാരുണ്ടാവും. അവരൊന്നും തന്നെ ഈ രാഹുലിന് വോട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല, ഇതിനേക്കാളൊക്കെ വലിയ CPM അണികൾ എങ്ങനെയാണ് ഒരു BJP പോലുള്ള ഒരു വർഗീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ CPM-ൻ്റെ അണികൾക്ക് സാധിക്കുമോ എന്നതാണ് എൻ്റെ ഒരു സംശയം. കാരണം CPM എന്ന് പറയുന്നത് സർക്കാസ്റ്റിക്കും കൂടിയാണ് ചോദ്യം. CPM എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയാണ്. ആ ഒരു ഹിന്ദു പാർട്ടിക്ക് എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്തുകൂടാ എന്ന് പറയുന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. കാരണം കാലാകാലങ്ങളായിട്ട് CPM-നെ ഒരു ഹിന്ദു പാർട്ടി എന്ന രീതിയിലാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നതും അറിയുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിയുടെ പല കേസുകളും ചർച്ചയ്ക്ക് വന്നില്ല. അദ്ദേഹത്തിനെതിരെ എന്താണ് മകളുടെ വിഷയമുണ്ട്, അതുപോലെ തന്നെ ലാവ്ലിൻ വിഷയമുണ്ട്. ഇതിലൊക്കെ ഇതിലൊക്കെ വലിയ രീതിയിലുള്ള സഹായം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ യാതൊരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടാവാത്തതെന്ന് പ്രതിപക്ഷം അടക്കം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി അവർക്ക് BJP-യോട് കാണിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊരു കാര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം. സ്വാഭാവികമായിട്ട് BJP CPM-ന് എൻ്റെ ഒരു മനസ്സിലാക്കലനുസരിച്ചിട്ട് CPM അണികൾക്കിടയിൽ BJP-യോട് ഒരു സ്നേഹമുണ്ടെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അത് CPM അണികൾക്കിടയിൽ മാത്രമാണോ, കോൺഗ്രസ് അണികൾക്കിടയിലില്ലേ? എൻ്റെ ഒരു മനസ്സിലാക്കലനുസരിച്ച് CPM അണികൾക്കാണ് അത് കൂടുതലും. കാരണം നിലവിൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. BJP-യുടെ ഒരു മേൽക്കൈ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും BJP-യെ സഹായിക്കാൻ മാത്രമാണ് ഇവർക്കിടയിലുള്ളൊരു തോന്നലുണ്ടാവുക. ഒരു ആൾട്ടർനേറ്റീവായിട്ട് BJP എന്നുള്ളതായിരിക്കും. ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് സരിനൊക്കെ ബന്ധപ്പെട്ട് സരിൻ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്നു. സരിന് 70,000 വോട്ട് കിട്ടുമെന്നുള്ള സരിൻ്റെ ആത്മവിശ്വാസം. ഈ CPM-ൻ്റെ വോട്ട് കൃത്യമായി പോൾ ചെയ്യുകയും BJP-യുടെ വോട്ടും ഒരു നല്ല പങ്ക് കിട്ടുകയും അതുപോലെ തന്നെ UDF-ൻ്റെ വോട്ടും സരിന് കിട്ടുമെന്നാണ് സരിൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ 70,000 വോട്ടൊക്കെ സരിന് കിട്ടുമെന്നും പറയുകയാണെങ്കിൽ അവിടെ അത്ഭുതം സംഭവിക്കണം. കാരണം കൃഷ്ണകുമാറിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി ഇപ്പുറത്തും, നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള സ്ഥാനാർത്ഥി തൊട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ സരിൻ വിജയിക്കുമെന്ന് പറഞ്ഞാൽ അത് അത്ഭുതമായിരിക്കും. കാര്യം അവിടെ CPM-ന് അത്ര വലിയ ഒരു എന്താ പറയുക, പിന്നെ CPM കേരളത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അവിടെ ജയിച്ചാൽ 100% അല്ലേ. കാരണം സരിൻ മോശക്കാരനായതുകൊണ്ടല്ല. അഭിപ്രായത്തിൽ അവിടെ ആര് ജയിക്കുന്നതാണ് ഒരു വിലയിരുത്തൽ? ആര് വിജയിക്കാനാണ് സാധ്യത? അല്ല, അവിടെ സത്യത്തിൽ ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥയാണ് പാലക്കാട് ഉള്ളത്. ഒരു നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം നടന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ചില വിലയിരുത്തലുകൾ നോക്കും. അതായത് വിലയിരുത്തലുകളെന്ന് ഞാൻ പറയുന്നത് ഇപ്പം ക്രിസ്ത്യൻ വോട്ട് പ്രധാനമായിട്ടും കോൺഗ്രസിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ഭാഗം ഈ CPM-ലോട്ട് പോയിക്കൊണ്ടിരുന്ന വോട്ടായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ വരെ. ഒരു 10%, ഒരു 8% മാത്രമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിൽ BJP-യിലോട്ട് ഒരു ക്രിസ്ത്യൻ വോട്ട് വന്നിട്ടുണ്ടാവും. ഇത്തവണ 100%-ൽ എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യൻ വോട്ട് ഒരു 60%-എങ്കിലും BJP-യിലേക്ക് ക്രിസ്ത്യൻ വോട്ട് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല കാരണങ്ങളും പ്രതികരണവും വന്നു, പല ആളുകളും ഞങ്ങൾ BJP-ക്കാണ് വോട്ട് ചെയ്തതെന്നുള്ള പ്രതികരണം വന്നു. അപ്പോൾ യൂത്ത്, ക്രിസ്ത്യൻ യൂത്തും ക്രിസ്ത്യൻസിലെ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ എല്ലാവരും പരമ്പരാഗതമായി നിൽക്കുന്ന ചില പ്രായമായവരൊഴികെ ബാക്കി എല്ലാവരും
ഈ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത് ഈ പിലായിരി പഞ്ചായത്തിൽ ഉള്ള ഒരു ട്രെൻഡുണ്ട്. അവിടുത്തെ വോട്ടാണ് ഷാഫിയെ വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഒരു നല്ല ശതമാനത്തിൽ ഇടിവ് വന്നിരിക്കുന്നു. BJPക്ക് അവിടെ കാര്യമായ സ്വാധീനമൊന്നുമില്ല. പക്ഷേ BJP അവിടെ ചെയ്യിക്കേണ്ടതിൻ്റെ മാക്സിമം വോട്ടുകൾ അവരവിടെ ചെയ്യിച്ചിട്ടുണ്ട്. അവിടെ നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവിടെ വോട്ട് കുറഞ്ഞത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയുമാണ്. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അങ്ങനെ അല്ല, ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത കണ്ണാടി പഞ്ചായത്ത് CPM-ൻ്റെ വളരെ ശക്തി കേന്ദ്രമായ പഞ്ചായത്താണ്. അവിടെയും വോട്ടിംഗ് ഷെയറിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ നഗരസഭയിൽ വോട്ട് ഷെയർ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ CPM-ൻ്റെ വോട്ട് CPM-ലേക്ക് പോവുകയും ന്യൂനപക്ഷ വോട്ട് CPM-ൽ വിശ്വസിക്കുന്ന ന്യൂനപക്ഷ വോട്ട്, അതായത് കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ അഥവാ ഇനിയിപ്പം CPM-ലേക്ക് പോവുകയാണെങ്കിൽ, കാരണം അവർ പരസ്യം കൊടുത്തിട്ടുണ്ടായി ഈ നമ്മളെ സന്ദീപ് വാര്യർക്കെതിരെ ഇങ്ങനെ ഒരു വർഗീയ വശത്തെയാണോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ കഷ്ടം എന്ന് പറഞ്ഞാൽ സിറാജിലും പിന്നെ അതുപോലെ തന്നെ സുപ്രഭാതത്തിലൊക്കെ. അപ്പോൾ അത് ആ ഒരു വോട്ട് ഒരുപാട് ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ വന്നതിൽ പിന്നാലെ ഒരു വല്ലാത്ത അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. സന്ദീപ് വാര്യരെ പോലത്തെ ഒരു വ്യക്തിയെ കോൺഗ്രസ്സിലേക്ക് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ആർക്ക് വോട്ട് ചെയ്യും? അവർ കോൺഗ്രസ്സിലേക്ക് തന്നെ ആ വോട്ട് പോകുമോ അതോ CPM-ലേക്ക് തന്നെ CPM-ന് ആ വോട്ട് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇക്കുറി ഇവരുടെ വോട്ട് ശതമാനം CPM ഉയർത്തിയില്ലെങ്കിൽ വളരെ നാണം കെട്ടൊരു അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം സരിൻ ഇപ്പം ഇത്തരം രീതിയിൽ ഇത്രയും ആത്മവിശ്വാസമല്ല, അതിന് അതികഠിനമായിട്ടുള്ള ആത്മവിശ്വാസം ജില്ലാ സെക്രട്ടറിയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതെ, ആ രംഗത്ത് ഇപ്പം ഈ ഗൗതം പറഞ്ഞതുപോലെ പത്രവാർത്ത കണ്ട് ആളുകൾ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില മുസ്ലിം ഇസ്ലാമിക വിശ്വാസികൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലർ വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്. ഇനി CPM-ന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാകുമ്പോൾ ഈ ന്യൂനപക്ഷ ഏകീകരണത്തിലൊരു ഡിവൈഡിങ് വരികയും കുറേ അധികം വോട്ട് സരിന് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണകുമാർ സിമ്പിളായിട്ട് വിജയിച്ച് കയറും. മാത്രമല്ല വേറൊരു കാരണം കൂടി, ഇതുകൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഈ കോൺഗ്രസ്സിലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിക്കുന്ന ഒരു പറ്റാണികളുണ്ട്. നമ്മളത് കണ്ടിട്ടില്ല. കോൺഗ്രസിൽ തന്നെ AV ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നിൽക്കുന്നുണ്ടായിരുന്നു. 10ഓളം പേർ CPM-ലേക്ക് പോയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന്. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരാൾ 10 ആളെ വെച്ച് വോട്ട് മാറ്റിയാൽ ആ 10 ആളെ വെച്ച് വോട്ട് മാറ്റിയാൽ 1000 വോട്ട് പോകും. അതുപോലെ തന്നെ ശ്രീകണ്ഠൻ MP, അതുപോലെ VT ബൽറാമിനെ പോലുള്ള ആളുകൾക്കൊക്കെ ഷാഫിയോടൊരു തരത്തിലുള്ള അതൃപ്തി ഉണ്ടെന്നുള്ള കാര്യം തന്നെ റിപ്പോർട്ടായി. VT ബൽറാമിന്റെ പ്രചാരണത്തിൽ എവിടെയും കണ്ടോ? അതെ, കണ്ടിരുന്നില്ല. VT ബൽറാമിന്റെ ഇടപെടൽ പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ സരിന്റെ പോക്ക്, സരിനുമായി ബന്ധപ്പെട്ട ആളുകൾ, അവിടെ ഒരുപാട് ആളുകൾ സരിനായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ട്, ഇവരൊക്കെ തന്നെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ കൃഷ്ണകുമാറിന് ഒരു എഡ്ജായിട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും ഒരു എഡ്ജ് കാണുന്നത് ചെറിയ വോട്ട് 2000 വോട്ടിനെങ്കിലും കൃഷ്ണകുമാർ വിജയിച്ചു കയറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനായുള്ള CP റാഷിദിന്റെ ഒരു പ്രവചനം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് CP റാഷിദ് ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധനായിട്ടുള്ള വടകരയിലെ റാഷിദ് പറഞ്ഞത് 9000-നും 3500 വോട്ടിനും ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മളുടെ ഒരു വിലയിരുത്തലനുസരിച്ച് കഴിഞ്ഞ ദിവസം പക്ഷേ VD സതീശനൊക്കെ ആത്മവിശ്വാസമൊക്കെ വല്ലാതെ ഇല്ലാത്ത രീതിയിലാണ് പ്രതികരണം നടന്നു. കാരണം ഇന്ന് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരും ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല. ശ്രീകണ്ഠനൊക്കെ പ്രതികരിച്ചിട്ടുള്ളൂ. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. എന്തായാലും സന്ദീപ് വാര്യർ ആർക്ക് നേട്ടമുണ്ടാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് BJPക്ക് തന്നെ ആയിരിക്കുമോ അതോ കോൺഗ്രസിനെ ആയിരിക്കുമോ? തീർച്ചയായിട്ടും അത് BJPക്ക് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും സരിൻ പറഞ്ഞതുപോലെ 70,000 വോട്ട് കിട്ടിയാൽ സരിനെ സമ്മതിക്കേണ്ടി വരും.